الحمد لله رب العالمين وأشهد أن لا إله إلا الله وأشهد أن نبينا محمدا عبده ورسوله ومجتباه صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق عباد الله أوصيكم بتقوى الله. വിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അലൈക ബിതഖ്വല്ലാഹി ഫീ കുല്ലി അംരിഹി തജിദ് ഖിബ്ബഹു യൗമൽ ഹിസാബിൽ മുതവ്വലി അലാ ഇന്ന തഖ്വല്ലാഹി ഗൈറു മഹബ്ബത്തിൻ ഗൈറു മഗബ്ബത്തിൻ വഅഫ്ളലു സാദില്ലാഹിനിൽ മുതറഹിലി. അല്ലാഹുവിൻ്റെ എല്ലാ കൽപ്പനകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അന്ത്യനാൾ വരുമ്പോൾ ഏറ്റവും നല്ല അനന്തരഫലം ലഭിക്കാനുള്ള കാരണം എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ കരുതൽ ശേഖരണത്തിലെ ഏറ്റവും വലിയ സമ്പത്തും ഒരു യാത്രക്കാരൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണവുമാണ് തഖ്വല്ല എന്നതാണ് കവി പറയുന്നത്. അതുകൊണ്ട് നിരന്തരം മരണം വരെ നാം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. വലിബാസു തഖ്വ ദാലിക ഖൈർ. തഖ്വ എന്ന വസ്ത്രമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നാം ഇപ്പോഴുള്ള ഈ അവസരം എന്ന് പറയുന്നത് എല്ലാവരും ഹജ്ജിന് വേണ്ടി, ഹജ്ജ് എന്ന ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. കഅബ, പവിത്രമായ കഅബ സന്ദർശിക്കാനും ഒക്കെ തയ്യാറെടുക്കുന്ന സന്ദർഭം. നമ്മൾ ശ്രേഷ്ഠമായ ഒരു നോമ്പ് എന്ന ആരാധനാ കർമ്മം അത് കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും മറ്റൊരു വലിയ ആരാധനാ കർമ്മങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതം ഒരു പോരാട്ടത്തിൽ നിന്ന് മറ്റൊരു പോരാട്ടത്തിലേക്കും, ഒരു പോരാട്ട വേദിയിൽ നിന്ന് മറ്റൊരു പോരാട്ട വേദിയിലേക്കും ലോക മുസ്ലിങ്ങൾ കാലെടുത്തു വെക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ, മനുഷ്യന്റെ ശത്രുവായ, വ്യക്തമായ ശത്രുവായ ആ പിശാചിനോടുള്ള പോരാട്ടമാണ്. നിരന്തരം തിന്മകൾ കൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ദേഹേച്ഛകളോടുള്ള ആ പോരാട്ടം, മതത്തിൻ്റെയും ആദർശത്തിൻ്റെയും ഒക്കെ കഠോര ശത്രുക്കളായ കപടന്മാരും അവിശ്വാസികളും യുക്തിവാദികളും അടങ്ങുന്ന അവരോടുള്ള പോരാട്ടം. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഇത്തരം പോരാട്ടങ്ങളിലൂടെ ഒരു പോരാട്ടത്തിൽ നിന്ന് മറ്റൊരു പോരാട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ലോക മുസ്ലിങ്ങൾ ആ പോരാട്ടത്തിലൊക്കെ അള്ളാഹുമായിട്ടുള്ള മുറിഞ്ഞു പോവാത്ത ബന്ധം അവൻ നിലനിർത്തുന്നു എന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരെ നീ നിന്റെ റബ്ബിനെ ആരാധിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള. വമൻ യഖ്തസിം ബില്ലാഹ് ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. ആരാണോ അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിക്കുന്നത് അവൻ വ്യക്തമായ സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവന് മാർഗം ലഭിച്ചിരിക്കുന്നു എന്നുള്ള. സഹോദരന്മാരെ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഇബാദത്തും അതിന്റെ ചിഹ്നവും മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആചാരവുമായ, ജീവിതത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തുന്നതുമായ ഒരു ആരാധനാ കർമ്മമാണ് ഇബാദത്തുൽ ഹജ്ജ് എന്നുള്ളത്. അത് ഏത് അതിദൂര ദേശത്തുള്ള ആളുകളും
ജാതി ഭേദ വ്യത്യാസമില്ലാതെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നിറത്തിന് വ്യത്യാസമില്ല, ഇന്ന രാജ്യക്കാരനാണെന്ന് വ്യത്യാസമില്ല, ഇന്ന ജിൻസിയക്കാരനാണെന്ന് വ്യത്യാസമില്ല. എല്ലാവരും ആ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു സമയമാണ്. എല്ലാവരെയും അവിടെ ഒരുമിച്ച് കൂട്ടുന്നത് ആ മക്കായുടെ പരിസരത്താണ്. ആലോചിച്ച് നോക്കൂ. ഇതിന്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ് വഅദ്ദിൻ. ഓ ഇബ്രാഹിം, നീ വിളംബരം ചെയ്യുക. ഫിന്നാസി ബിൽ ഹജ്ജ്. ഈ തീർത്ഥാടനത്തിന് വേണ്ടി, ഹജ്ജിന് വേണ്ടി ജനങ്ങളോട് നീ വിളംബരം ചെയ്യുക. യഅ്തൂക റിജാല. അവർ കാൽനടക്കാരായി നിന്റെ അടുത്ത് വന്നുകൊള്ളും. വഅലാ കുല്ലി ളാമിരിൻ. എല്ലാ മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അതിവിദൂരമായ മലമ്പാതകൾ താണ്ടിക്കൊണ്ടുവരുന്ന ആ ഒട്ടകപ്പുറത്തും അവർ നിന്റെ അടുത്ത് വന്നെത്തിക്കൊള്ളും. ആ ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യുക. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, 1000 എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അവിടെയുള്ള മക്കായിലെ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വിളംബരം ചെയ്ത ആ ഒരു വിളംബരം ഇന്നും ജനമനസ്സിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അതിന്റെ പ്രാക്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നുള്ള ആ വിളംബരം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര പേരാണ് ഇന്നും ആ മക്ക എന്ന് കേൾക്കുമ്പോൾ അതിലേക്ക് അവരുടെ മനസ്സ് വീഴുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് കേൾക്കുമ്പോൾ മനസ്സ് പിടയാത്ത ആരാണ് സഹോദരന്മാരെ ലോക മുസ്ലിങ്ങളിലുള്ളത്? കണ്ണ് നിറയാത്ത ആരാണ് ലോക മുസ്ലിങ്ങളിലുള്ളത്? എന്നും ആ വിളിക്കുത്തരം നൽകുന്നു എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഹജ്ജ് എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ശാരീരികമായ യാത്രയല്ല, മറിച്ച് ഹൃദയത്തിന്റെ യാത്രയാണ്, മനസ്സിന്റെ യാത്രയാണ്. ആ മക്കായിലേക്ക് പോകുന്ന വഴി ആ പ്രധാനമായി മനസ്സാണ് നാം അങ്ങോട്ട് പോവേണ്ടത്. ഹജ്ജ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, ഒരു സാധാരണ കർമ്മമല്ല. ഒരു മനുഷ്യൻ തന്റെ വസ്ത്രം ഒരു ആറിൽ, ഒരു പുഴയിൽ, ഒരു ജലാശയത്തിലിട്ട് കഴുകിയെടുത്താൽ ആ വസ്ത്രം എത്രമാത്രം ക്ലിയർ ആകുമോ അതേപോലെ ശുദ്ധമായ സത്യസന്ധമായ ഹജ്ജ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ശുദ്ധമായി വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ സാരത്തിൽ നമുക്ക് കാണാം. മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഒരാൾ ഹജ്ജ് ചെയ്താൽ അശ്ലീലമില്ലാതെ, പിന്നെ പാപങ്ങളില്ലാതെ, കാപ്പറ്റ്യമില്ലാതെ ഒരാൾ ഹജ്ജ് ചെയ്താൽ അവന്റെ ഉമ്മ പ്രസവിച്ച ദിനത്തെ പോലെ അവൻ ശുദ്ധനായി വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല സഹോദരന്മാരെ, മനുഷ്യൻ ചെയ്ത പാപങ്ങൾ, ചെയ്ത് കൂട്ടിയ പാപങ്ങൾ കാറ്റ് അടിക്കുമ്പോൾ മരത്തിന്റെ ഇലകൾ താഴ്ന്ന് വീഴുന്നത് പോലെ മനുഷ്യന്റെ പാപങ്ങൾ താഴോട്ട് വീണ്ടുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ ഹദീസിന്റെ സാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് കൊണ്ട് സഹോദരന്മാരെ, ഹജ്ജ് എന്ന് കേൾക്കുമ്പോൾ, വഅദ്ദിൻ ഫിന്നാസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചരിത്രം ഓർമ്മ വരുന്നുണ്ട്. ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മക്ക മണലാരണ്യത്തിൽ, അവിടെ അന്ന് കൃഷിയില്ല, വെള്ളമില്ല, മരങ്ങളില്ല, ഒന്നുമില്ലാത്ത ആ സ്ഥലത്ത് കൊണ്ടുപോയി ആ ഒരു ഭാര്യയെയും ആ ഉമ്മ ഹാജറയെയും ഇസ്മായിലിനെയും അവിടെ കൊണ്ടുപോയി ആക്കുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നിട്ട് ആ വനിത ചോദിക്കുന്നുണ്ട്, ധീരമായ ആ വനിത ചോദിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളോട് അല്ലാഹു അമറക ബിഹാദ, ഞങ്ങളെവിടെ വിട്ടേച്ചു പോവാൻ അല്ലാഹുവാണോ ഇബ്രാഹിമെ താങ്കളോട് കൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഖാല നഅം, തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന ഒരു മറുപടിയുണ്ട്, അതെ, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. കാലത്ത് ആ ഉമ്മയുടെ ആ വിശ്വാസം നോക്കൂ നിങ്ങൾ. ഇതൻ എങ്കിൽ അള്ളാഹു ഞങ്ങളെ നഷ്ടപ്പെടുത്തുകയില്ല, ഞങ്ങൾക്കൊരു നഷ്ടവും ഞങ്ങൾക്ക് വരാനില്ല, അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ. ഈ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ. ആ ഉമ്മയുടെ വാക്ക്, ആ യഖീനായ വിശ്വാസത്തോടു കൂടിയുള്ള ആ വാക്ക് ആ മരുഭൂമിയെ ഇന്ന് എന്താക്കി മാറ്റിയിരിക്കുകയാണ്? ആ മരുഭൂമിയെ ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ ഭൂമിയാക്കി. പിന്നെ വെള്ളമില്ലാത്ത, പുല്ലുകളില്ലാത്ത, മരങ്ങളില്ലാത്ത, ജനവാസമില്ലാത്ത ആ മരുഭൂമിയെ ഇന്ന് ഏറ്റവും വിശുദ്ധ ഭൂമിയാക്കി
തിരക്കേറിയ ഭൂമിയാക്കി ആ ഒറ്റ വിളി മാറ്റിയിരിക്കുന്നു എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ആ ഹാജറ ബീവി സഫാ മർവന്റെ ഇടയിൽ ഓടുന്ന ആ ഓട്ടം, അത് കേവലം ഒരു ഓട്ടമല്ല, അത് നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. ആ ഹാജറ ബീവി വെള്ളത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്. അധ്വാനിക്കുക എന്നത് എൻ്റെ ഓരോരുത്തരുടെയും കടമയാണ്. എങ്കിൽ ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷെ ഉടനെ നൽകും, അല്ലെങ്കിൽ വൈകിട്ട് നൽകുന്നതാണ്. നോക്കൂ നിങ്ങൾ, അതാണ് കർഷകൻ വിത്തിറക്കുന്നു. യഥാർത്ഥത്തിൽ മഴ വർഷിപ്പിക്കുന്നതും ആ വിത്ത് മുളപ്പിക്കുന്നതും ആ കർഷകനല്ല, അല്ലാഹുവാണ് ഫലം നൽകുന്നത്. പക്ഷികൾ കൂടുവിട്ട് പോകുന്നു, ആ പക്ഷികൾക്ക് അന്നം നൽകുന്നത്, ആഹാരം നൽകുന്നത് അല്ലാഹുവാണ്, ആ പക്ഷികളല്ല എന്ന് നാം മനസ്സിലാക്കും. ഇതേപോലെ ലോകത്തുള്ള മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്ന സഫാ മർവയുടെ ഓട്ടം, ആ സഈ എന്ന പദപ്രയോഗം തന്നെ കാണിക്കുന്നത് അതാണ്. അധ്വാനിക്കുക, അധ്വാനിച്ചു കൊണ്ടേയിരിക്കുക, ഫലം നൽകേണ്ടത് അല്ലാഹുവാണ്. ഫലം അല്ലാഹു നൽകും, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അപ്പോൾ ഒരു മനുഷ്യൻ അധ്വാനിക്കുമ്പോൾ അവൻ തൻ്റെ അല്ലാഹുമായിട്ട് കൽബ് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം എന്നൊരു പാഠം അത് നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല സഹോദരന്മാരെ, ആ ഹജ്ജിന്റെ വേളയിൽ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നത് അടുത്ത് എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? അത് കേവലം ഒരു ഇഹ്റാമിന്റെ വസ്ത്രമല്ല, അത് പരലോകത്തേക്ക് പോകാനുള്ള, ആ മക്ബറ കാണിക്കാനുള്ള, മക്ബറയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്. അത് അല്ലേ? എന്തുകൊണ്ടാ സഹോദരന്മാരെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ മുഹയ്യത്ത്, തുന്നിയ വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല. കേവലം 2 തട്ടം മാത്രം, 2 വസ്ത്രം മാത്രം, ഒരു രിദാവും ഒരു അരത്തുണിയും, അല്ലേ, അരമൽ ധരിപ്പിക്കുന്ന ആ വസ്ത്രവും മാത്രമാണ്. എന്തുകൊണ്ടാണ് അത് തുന്നിയതില്ലാത്തത്? ആ തുന്നിയത് എന്ന് പറയുന്നത് ഇതേപോലെ മനുഷ്യൻ പാപക്കറകളിൽ നിന്ന് മുക്തമാവണം എന്നതാണ് അത് ധ്വനിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഈ തുന്നിയ വസ്ത്രത്തിൽ ഒരു പക്ഷേ പലതും കൂട്ടിച്ചേർത്തുണ്ടാവും. ഇതേപോലെ മനുഷ്യന്റെ ഹൃദയം പാപരഹിതമായിരിക്കണം. ആ 2 വെള്ളത്തുണി മൂലം അവൻ നാളെ പരലോകത്തേക്ക് പോവാൻ, ആ മക്ബറയിലേക്ക് പോവാൻ അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ള വലിയ പാഠമാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നതിനുള്ള ഒരുപാട് സ്ഥാനങ്ങളും മാനങ്ങളും പദവികളുമൊക്കെ വഹിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ധരിക്കുന്നത്, എത്ര വലിയ സ്ഥാനമാനമുള്ള മനുഷ്യനായാലും ധരിക്കുന്നത് ഈ 2 ഇഹ്റാമിന്റെ വസ്ത്രമാണ്, അല്ലേ? എത്ര വലിയ കൊട്ടാരത്തിൽ ജീവിക്കുന്ന മനുഷ്യനായാലും അവിടെ കിടക്കുന്നത് ആ മണലാരണ്യത്തിലാണ്, അല്ലേ, ആ ഹറമിലാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഒരു സലഫിനോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. ഒരു സലഫി ആദർശക്കാരനോട് ചോദിക്കാൻ, കൈഫ റഅയ്ത അന്നാസ ബിൽ ഹജ്ജ്, വിവിധങ്ങളായ ജനവിഭാഗങ്ങൾ, രാജ്യത്തിന്റെ നാനാഭാഗത്ത് നാനാ വ്യത്യസ്തമായ ആചാരങ്ങൾ ആചരിക്കുന്ന മനുഷ്യന്മാർ, ആ രൂപത്തിലുള്ള മനുഷ്യന്മാർ ഹജ്ജിന് വന്നപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്? അപ്പൊ അയാൾ പറയാണ്, റഅയ്തുൽ മുലൂക വൽ ഫുഖറാ, ഭരണാധികാരികളെയും ദരിദ്രന്മാരെയും ഞാൻ കണ്ടത് കഹബ്ബാത്തിൽ മത്ർ, മഴത്തുള്ളികളെ പോലെയാണ്. ഇതാ നസലത്ത് മിനസ് സമാ, ആ മഴത്തുള്ളികൾ ആകാശത്ത് നിന്ന് വീണാൽ ലാ യുറഫ് അയ്യുഹാ മിൻ അയ്യി സഹാബ, ഈ തുള്ളി ഏത് മേഘത്തിൽ നിന്ന് വീണതാണ്, ഏത് മേഘത്തിൽ നിന്നാണ് ഈ തുള്ളി വന്നു വീഴുന്നത് എന്നാ മഴത്തുള്ളി വീഴുമ്പോൾ നമുക്കറിയാൻ സാധിക്കില്ല. ഇതേപോലെ ഹജ്ജിന്റെ തിക്കും തിരക്കിലും അവിടെ ഭരണാധികാരികളുണ്ട്, അവിടെ നേതാക്കളുണ്ട്, പരമദരിദ്രന്മാരുണ്ട്, ഏത് രാജ്യക്കാരാണ്, എവിടെ നിന്നാണ് അവർ വരുന്നത് എന്നൊന്നും അവിടെ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നതാണ് അദ്ദേഹം നൽകുന്ന പാഠം. അപ്പൊ സഹോദരന്മാരെ, ഒരു ഹജ്ജ് ഏറ്റവും വലിയ ധനാഢ്യനായ മന്ത്രിപദം വഹിക്കുന്ന ആളായിരുന്നാൽ പോലും അവൻ കിടക്കുന്നത് ആ മണലാരണ്യത്തിലാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ജീവിതത്തിൽ ഒരിക്കൽ പോലും അവനങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ടാവില്ല. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് അഹങ്കാരം എന്ന് പറയുന്നതിനെ തുടച്ചു നീക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് സഹോദരന്മാര്. അതേപോലെ ആലോചിച്ചു, ഈ രംഗം വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. നമ്മളിങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. ആ തവാഫിൽ യഥാർത്ഥത്തിൽ ലോകത്തിൽ എല്ലാ ചരാചരങ്ങളും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലേ? നക്ഷത്രങ്ങൾ, കോടാനുകോടി നക്ഷത്രങ്ങളും മറ്റ് ഗ്രഹങ്ങളുമൊക്കെ സൂര്യനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഓരോ ഇലക്ട്രോണുകളും അതിന്റെ നുവാത്തിന് ചുറ്റും, കേന്ദ്രത്തിന് ചുറ്റും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനുഷ്യനും ആ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പക്ഷേ അവിടെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ തവാഫ് എന്തിനാ? ഒന്നിനെ കേന്ദ്രീകരിക്കാനാണ്. ഈ കേന്ദ്രീകരണം എന്ന് പറയുന്നത് അള്ളാഹുവിലെ അടിയുറച്ച വിശ്വാസമാണ്. ആ തൗഹീദാണ്. ആ തൗഹീദ് ഉണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ നാം തവാഫ് ചെയ്യേണ്ടത്. ഇതാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളൊക്കെ, അവരനുഭവിച്ച ദുരിതങ്ങളിലൊക്കെ അവർ ചെയ്ത തവാഫ് മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മൂസാ നബി അലൈഹിസ്സലാം സമുദ്രത്തിന്റെ മുന്നിൽ അകപ്പെട്ടപ്പോൾ ആ ഹൃദയം യഥാർത്ഥത്തിൽ തവാഫ് ചെയ്തത് എവിടെ? അള്ളാഹുവിൽ മാത്രം ശരണം പ്രാപിച്ചുകൊണ്ടാണ് അല്ലേ? അപ്പൊ ഇന്ന് രക്ഷ നൽകി. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന് ആ പിന്നെ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം, അവിടെയാണ് മനസ്സിങ്ങനെ കറങ്ങിയത് അല്ലേ? അതാണ് രക്ഷ ലഭിക്കാനുള്ള കാരണം. ഈ അറഫാ ദിനത്തിലും മനുഷ്യന്റെ ഏറ്റവും അറഫാ ദിനത്തിൽ മനുഷ്യൻ ഉരുവിടുന്ന ഏറ്റവും വലിയ വാക്യത ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റാണ്. ഈ ദിക്റിന്റെ ദന്താ സഹോദരന്മാരെ, അള്ളാഹുവിന് ചുറ്റും അവന്റെ മനസ്സിങ്ങനെ കറങ്ങുകയാണ്. അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അവർ യാതൊരു പങ്കുകാരുമില്ല, എല്ലാ ആധിപത്യവും മുൽക്കും അള്ളാഹുവിന് മാത്രമാണ്, അവനോട് ഞാൻ യാതൊന്നും ശിർക്ക് ചേർക്കില്ല എന്ന പ്രഖ്യാപനമാണ് അവന്റെ മനസ്സിങ്ങനെ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഈ ഒരു തവാഫാണ് സഹോദരന്മാരെ. ജംറകൾ എറിയുമ്പോ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവിടെയും അത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇങ്ങനെ ഹജ്ജിന്റെ ഓരോ ആരാധനാ കർമ്മങ്ങൾ എടുത്തു നോക്കിയാലും ഈ ഒരു വിഷയം നമുക്ക് കാണാൻ പറ്റും. തൗഹീദിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത് കാണാനും. ഇതാണ് ഹജ്ജ് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിന്ന് അത് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹ് ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഹജ്ജ് എന്ന് പറയുന്നത് ഒരു ആജിയാർ, ആ കർമ്മം നിർവഹിക്കുന്ന ആൾ എപ്പോഴും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും. അവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും. അവന്റെ അമാലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നതാണ്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വഫ്ദുല്ലാഹി സലാസ അൽ ഗാസി വൽ ഹാജ് വൽ മുഅ്തമർ. അള്ളാഹുവിന്റെ പ്രതിനിധി സംഘം എന്ന് പറയുന്ന 3 വിഭാഗമാണ്. ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവർ, 2 തീർത്ഥാടനം നടത്തുന്ന ഹാജിമാർ, ഉംറ ചെയ്യുന്നവർ. മറ്റൊരു ഹദീസിൽ കാണാം അൽ ഗാദി ഫി സബീലില്ലാഹ് വൽ ഹാജ് വൽ മുഅ്തമിർ വഫ്ദുല്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവനും അതേപോലെ തന്നെ ഹാജിയാരും ഉംറ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ ദൗത്യ സംഘമാണ്. ദആകും, അള്ളാഹു അവരെ വിളിച്ചതാണ്. ഫഅജാബു, ആ വിളിക്ക് അവർ ഉത്തരം നൽകി. വസഅലു, അത് കാരണം അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു. ഫഅതാഹും, ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുകയാണ്. സഹോദരന്മാരെ, ഹജ്ജും ഉംറയും നിരന്തരം നിർവഹിച്ചു കൊണ്ടിരിക്കണം. കാരണം എന്താ? താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും നിങ്ങൾ തുടരെ ചെയ്യുക. ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ്, കാരണം അത് ദാരിദ്ര്യത്തെയും പാപങ്ങളെയും ഇല്ലാതെയാക്കും. കമാ യൻഫിൽ ഖീറു ഖബത്തൽ ഹദീദ്, ഇരുമ്പിന്റെ കറകൾ, ആ കൊല്ലന്റെ തുരുത്തി ആ ഇരുമ്പിന്റെയും വെള്ളിയുടെയും സ്വർണത്തിന്റെയും ഒക്കെ കറകൾ കളയുന്നത് പോലെ മനുഷ്യന്റെ പാപക്കറകൾ അതുമൂലം മായ്ച്ചു കളയുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കും. സഹോദരന്മാരെ, അതുകൊണ്ട് ഹജ്ജ് എന്ന് പറയുന്നത് ഒരിക്കലും നാം നീട്ടിവെക്കേണ്ട ഒരു കർമ്മമല്ല. എത്ര പെട്ടെന്ന് നമുക്കത് നിർവഹിക്കാൻ കഴിയുമോ ആ സമയം കൊണ്ട് നമ്മളത് നിർവഹിക്കണം. നാളേക്ക് അടുത്ത കൊല്ലം എന്ന് പറഞ്ഞ് നീട്ടിവെക്കാൻ പാടുള്ളതല്ല. അതിന് സാധിക്കുന്ന ആളുകൾ, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അതിന് കഴിവുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നിർവഹിക്കണം. കാരണം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചാണ് എപ്പോഴാണ് നമുക്ക് മരണം പിടികൂടുക എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ആ മരണം വന്നതിന് മുമ്പ് ആ ഒരു നിർബന്ധ കർമ്മം നാം നിർവഹിക്കണം. അത്തരം മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തുമാപ്പാക്കി എൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെന്ന് ഒരുമിച്ച് കൂട്ടണം. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, സംഘടനാ പ്രവർത്തകർ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി എൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات ربنا ارفع عنا البلاء والوباء والضراء والبأساء وأدم علينا النعم وادفع عنا النقم اللهم آت نفوسنا تقواها أنت خير من زكاها أنت وليها ومولاها ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم إنا نعوذ بك من الزلازل والمحن ونعوذ بك من الشرور والفتن وما ظهر منها وما بطن اللهم وفق أميرنا وولي عهده لما تحب وترضى وخذوا نواسهما للبر والتقوى واجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين والحمد لله رب العالمين.